ഇന്ന് ഞാൻ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു നൂഡിൽസ് മസാല ദോശയുടെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ആദ്യം നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിനെ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് തിളച്ചതിന് ശേഷം ചെറുതായി അരിഞ്ഞ ക്യാരറ്റ് ചേർക്കാം. ക്യാരറ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ആവശ്യമുള്ള നൂഡിൽസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നൂഡിൽസിൻ്റെ കൂടെ കുറച്ച് മസാലയും ചേർക്കാം. നൂഡിൽസിൻ്റെ പാക്കറ്റിൽ തന്നെയുള്ള മസാലയാണ് ഇതിൽ ചേർക്കുന്നത് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് വെന്ത് വരട്ടെ. നൂഡിൽസ് വേവിക്കുമ്പോൾ വെള്ളം കൂടി പോകരുതേ. നൂഡിൽസ് വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് ദോശമാവ് റെഡിയാക്കാം. ദോശമാവ് ഇന്നലെ വൈകുന്നേരം തന്നെ ഞാൻ അരച്ചു വെച്ചതാണ്. ഇപ്പോൾ ഏകദേശം 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. നൂഡിൽസ് വേവിക്കുമ്പോൾ ക്യാരറ്റിൻ്റെ കൂടെ ഗ്രീൻ പീസും ചേർക്കാം കേട്ടോ. ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഗ്രീൻ പീസ് ചേർക്കാത്തത്. നമ്മുടെ നൂഡിൽസൊക്കെ അത്യാവശ്യം വെള്ളവും വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മാവൊഴിച്ച് ദോശ ചുട്ടെടുക്കാം. ഈ നൂഡിൽസ് എന്നും ഭക്ഷണത്തിന് ഉൾപ്പെടുത്തുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല കേട്ടോ. പക്ഷേ കുട്ടികൾക്കൊക്കെ ഇടയ്ക്കൊക്കെ ഒരു രസത്തിന് കൊടുക്കാമെന്നേ ഉള്ളൂ. ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതാണ് പാക്കറ്റിനേക്കാളും ഏറ്റവും നല്ലത്. ദോശയിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് കൂടി ചേർക്കുന്നുണ്ടേ. എന്നിട്ട് ദോശ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ദോശയുടെ 2 വശവും മൊരിഞ്ഞതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച നൂഡിൽസ് ദോശയുടെ നടുവിൽ വെച്ച് ഒന്ന് ദോശ മടക്കിയെടുക്കാം. നമ്മൾ സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഈ രീതിയിലും കൂടി ഒന്ന് മസാല ദോശ ഉണ്ടാക്കി നോക്കൂ. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. ഇതുണ്ടാക്കുമ്പോൾ നെയ്യ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഓപ്ഷണലാണ്. ഞാനിതാ നൂഡിൽസൊക്കെ ദോശയുടെ ഒരു വശത്തായി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ദോശയൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ നൂഡിൽസ് മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് ഒരു ദോശ കൂടി ചുട്ടെടുക്കാം. ഇതേപോലെ ചപ്പാത്തിയും നൂഡിൽസും വെച്ച് വേറൊരു റെസിപ്പി കൂടിയുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഇപ്പോൾ അതാ നമ്മുടെ രണ്ടാമത്തെ മസാല ദോശയും റെഡി ആയിട്ടുണ്ട്. നമുക്കതും കൂടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഫ്രണ്ട്സ്, നമ്മുടെ നൂഡിൽസ് മസാല ദോശയും കട്ടൻ ചായയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചായ കുടിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.